ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. പിന്നെ ആ ദുർഗയെ പോലെ മനസ്സിലൊന്ന് വെച്ച് പുറമെ സ്നേഹം കാണിക്കാനും അഭിനയിക്കാനൊന്നും എനിക്കറിയില്ല. തുടങ്ങിയോ ദുർഗയെ കുറ്റം പറയാ? നീ എന്തിനാ ഗിരിജ അവളെ ശത്രുവായി കാണുന്നത്? അതല്ലേ നിനക്ക് എന്ത് പറയുമ്പോഴും അവളെ കുറ്റം പറയാൻ തോന്നുന്നത്? ഓ, ഒരു പാവം എന്റെ അമ്മേ, അവള് പഠിച്ച കള്ളിയാ. എനിക്ക് ഉറപ്പാ അവൾക്ക് എന്തൊക്കെയോ വലിയ കള്ളത്തരങ്ങളുണ്ട്. അമ്മ മുഖം ചൊലിക്കണ്ട, ഞാൻ പറഞ്ഞ സത്യമാ. ഇന്ന് അവിടെ ഉണ്ടായതുമല്ല നിങ്ങൾ അറിഞ്ഞോ? എന്തിനെ കുറിച്ചാ നീ പറയുന്നത്? ഏട്ടന്റെ പുന്നാര മോളുടെ റൂമിൽ നിന്ന് ഇന്നും തോക്ക് കിട്ടി. തോക്കോ? അതെ, തോക്ക്. എന്താന്ന് വെച്ചാ തെളിച്ചു പറ ഗിരിജേ. ദുർഗക്ക് കളിത്തോക്ക് കിട്ടിയതാണോ നീ പറയുന്നേ? അത് കളിത്തോക്കാണോ അവള് കളിത്തോക്കാക്കിയതാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നിനക്ക് അങ്ങനെ പല സംശയങ്ങളും തോന്നും. അതെ, നിന്റെ ചിന്തയുടെ കുഴപ്പം. അങ്ങനെയൊന്നും അല്ല, എനിക്ക് ഉറപ്പാ ദുർഗയ്ക്ക് എന്തോ കള്ളത്തരമുണ്ട്. അല്ലെങ്കിൽ മന്ത്രവാദം അറിയായിരിക്കും. അന്നൊരിക്കൽ അവളുടെ റൂമിൽ ഞാൻ തോക്ക് കണ്ടതാ. പക്ഷെ നിങ്ങൾ എല്ലാവരും വന്നപ്പോ അത് കാണാതായി. നിനക്ക് ദുർഗയോടുള്ള ദേഷ്യം കാരണം അവൾ ചെയ്യുന്നൊക്കെ തെറ്റാണെന്ന് നിനക്ക് തോന്നും. അത് നിന്റെ മാത്രം കുഴപ്പാ, അല്ല ദുർഗയുടേതല്ല. ഇങ്ങനെ പറഞ്ഞോ, പക്ഷെ ഒരിക്കലെല്ലാം പുറത്തു വരുമല്ലോ, അത് മതി. അന്ന് ഞാൻ പറയാം. അപ്പോഴും അമ്മയും ഏട്ടനൊക്കെ ഇങ്ങനെ തന്നെ പറയണം. ദുർഗയുടെ കാര്യത്തിൽ ഒന്നും മാറ്റി പറയേണ്ടി വരില്ലെന്ന് എനിക്ക് ഉറപ്പാ. അങ്ങനെ ഉറപ്പിച്ചങ്ങ് പറയണ്ട. ഇതിനു മുമ്പ് ദുർഗയുടെ കാര്യത്തിൽ മാറ്റി പറയേണ്ടി വന്നതൊക്കെ മറന്നുപോയോ? ദുർഗയും കിരണും ആരോടും പറയാതെ കല്യാണം കഴിച്ചു വന്ന് നിന്നപ്പോ രണ്ടുപേരും നിന്ന് ഉരുകി തീരുന്നതേ ഞാൻ കണ്ടതാ. അത് നിങ്ങൾ മറന്നാലും ഞാൻ മറക്കില്ല. അതുകൊണ്ട് ദുർഗമോളെ അങ്ങ് വിശുദ്ധിയാക്കി നിർത്തുന്ന പരിപാടിയൊക്കെ അങ്ങ് നിർത്തിക്കും. അതൊന്നും ദുർഗയുടെ തെറ്റുകൊണ്ട് മാത്രം സംഭവിച്ച കാര്യമല്ല. പിന്നെ ഞങ്ങളാണോ അവൾ അവിടെ കൊണ്ടുപോയി അവന് കെട്ടിച്ചു കൊടുത്തത്? നീയൊക്കെ ദുർഗയുടെ കല്യാണം നടത്താനാണെന്നും പറഞ്ഞ് പ്രായമുള്ള ഒരുത്തനെ കെട്ടി ഒരുക്കി കൊണ്ടുവന്ന് നിർത്തിയതൊന്നും ഞാൻ മറന്നിട്ടില്ല. ദുർഗ അവളുടെ ജീവിതം നോക്കിയില്ലെങ്കിൽ വെറുതെ ഇവിടെ നിന്ന് പോകുമെന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ടാ അന്ന് അങ്ങനെ ഒരു വഴി നോക്കിയത്. അതിനവളെ തെറ്റു പറയാൻ പറ്റില്ല. അവസരത്തിനൊത്ത് കാല് മാറാനും അവളെ ന്യായീകരിക്കാനും അമ്മയ്ക്ക് നല്ല മിടുക്ക. നീ ഒട്ടും മോശമല്ലല്ലോ. ഇത് കിരണിന്റെ സർട്ടിഫിക്കറ്റാ. ഇതില് അമ്മയുടെ പേര് ശുഭ എന്നാണെന്ന് എഴുതിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ എന്ന് നോക്കാൻ അഡ്മിഷൻ നടത്തുന്ന അങ്കിളിന് ഞങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അന്നെന്റെ പേഴ്സിൽ നിന്ന് ആരോ അമ്മയുടെ ഫോട്ടോ എടുത്തു മാറ്റിയതാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു കൺഫ്യൂഷൻ ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പം കിരൺ ശുഭയുടെ മകനാണെന്നുള്ളതിന് തെളിവാണ്. പക്ഷേ ഏത് ശുഭയാണെന്നുള്ളതിലാണ് പ്രശ്നം. എന്നെ കാണാൻ മുമ്പ് വന്നവൻ ശുഭയുടെ ഒറിജിനൽ ഫോട്ടോയും കൊണ്ടാ വന്നത്. ഒരു മിനിറ്റ്. ഇത് നോക്കി, ഇവനാണോ കിരണിന്റെ അമ്മയുടെ ഫോട്ടോയുമായിട്ട് വന്നത്? ഇതെന്റെ അമ്മയാണ്. ചേട്ടാ, ഞാൻ ചേട്ടന്റെ കാലിൽ പിടിക്കാം പ്ലീസ്. അതെ, ഇവൻ തന്നെ വന്നത്. ഇവന്റെ പേര് പൃഥ്വി എന്നാ? അതെ, നമുക്കപ്പുറം ചിന്തിക്കുന്നവരാണ് മേനോനും അവന്റെ ആൾക്കാരും. വിഗ്രഹം മോഷ്ടിക്കുന്നത് ഡയറക്റ്റായിട്ട് അവൻ ഡീൽ ചെയ്യാത്തത് നമ്മൾ അവനെ കണ്ടെത്താതിരിക്കാൻ. അവരുടെ കൈവശമുള്ള വിഗ്രഹം കൂടെ കിട്ടിയതിന് ശേഷം അതെല്ലാം ഒരുമിച്ച് മാറ്റാനായിരിക്കും പ്ലാൻ.
എങ്ങനെ ആയാലും അത് തടഞ്ഞേ പറ്റൂ. അവരെ ഷിപ്പിങ്ങിന് സഹായിക്കാൻ സാധ്യതയുള്ള കസ്റ്റംസ് ഓഫീസർ നമ്മുടെ നിരീക്ഷണത്തിലാണ് സർ. എന്തായാലും ഫൈനൽ നീക്കങ്ങൾ നമ്മൾ അറിയാതെ നടക്കില്ല. അവരെ അപ്പൊ പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ബട്ട് ജഡി, അവസാന നിമിഷം വരെ ഇതിങ്ങനെ പോകുന്നത് ഹൈ റിസ്ക് ആണ്. നമുക്ക് അവരെ കിട്ടിയില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് അറിയാമല്ലോ. പുരാതനമായ വിഗ്രഹങ്ങൾക്കൊപ്പം അത് ഒരു കൂട്ടം മനുഷ്യരുടെ വിശ്വാസത്തിന്റെ പ്രതീകം കൂടിയാണ്. അതിന്റെ വില എത്രയാണെന്ന് നമുക്ക് കണക്കുകൂട്ടാനാവില്ല. യെസ് സർ, വി ആർ ട്രൈയിങ് അവർ ലെവൽ ബെസ്റ്റ് സർ. നമുക്ക് എന്തായാലും അവരെ കിട്ടും സർ. ഓക്കെ ജഡി, ലോക്കൽ പോലീസുകാർ ഞാൻ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കള്ളന്മാരെ പിടിക്കാൻ ഊർജിതമായ ശ്രമം ഗ്രാസ് റൂട്ടിൽ തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അധിക സമയം ഇനി അവർക്ക് ഒളിച്ചു കഴിയാൻ സാധിക്കില്ല. അവരുടെ ഹൈഡ് ഔട്ടിൽ നിന്നും അവര് പുറത്തു വന്നാ പിന്നെ നമുക്ക് അവരെ എളുപ്പം കിട്ടും സർ. ഉടനെ തന്നെ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാന്ന് വിശ്വസിച്ചോളൂ. ഓക്കെ ഓക്കെ ജഡി, നൗ ഐ ആം കോൺഫിഡന്റ്. വി വിൽ സീ വാട്ട് വിൽ ഹാപ്പൻ. യെസ് സർ, നമുക്ക് മേനോനെ കിട്ടണം. വിഗ്രഹങ്ങളുടെ കേസില് അയാളെ കിട്ടിയ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് തെളിയിക്കാൻ കഴിയും. മോഷ്ടാക്കളെ പിടിച്ച് വിഗ്രഹങ്ങളെ തിരിച്ചെടുക്കുന്നതിനപ്പുറം മേനോനാണ് സർ നമ്മുടെ ടാർഗറ്റ്. ഈ നാടിന് തന്നെ ആപത്തായ അയാളുടെ സാമ്രാജ്യം അവസാനിപ്പിക്കണം. എന്നേക്കുമായി മേനോൻ അഴിക്കുള്ളിലാവണം. എന്നും എന്റെ മനസ്സിൽ ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന വാക്ക് അത് ഞാൻ പാലിച്ചിരിക്കും. യെസ് ജഡി, യു ക്യാൻ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. ഇത്തവണ മേനോനെ നമുക്ക് കിട്ടും. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ട്.